എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിന്റെ ഈ 80-ാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇത് ഹൃദയപൂർവ്വം ധ്യാനത്തിന്റെ 80-ാം എപ്പിസോഡാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു നാഴികക്കല്ലാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ പരിപാടി തുടങ്ങിയിട്ട് 80 എപ്പിസോഡ് എന്ന് പറയുന്നത് ശരിക്കും വളരെ ഇമ്പോർട്ടന്റ് ആയ സംഗതിയാണ്. ഇത് കാണുന്ന പ്രേക്ഷകരുടെ ഒരു അവരുടെ സപ്പോർട്ട് കൊണ്ട് കൂടിയാണ് ഈ പരിപാടി ഇത്ര നന്നായി നടത്താൻ സാധിക്കുന്നത്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും എല്ലാം പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ പരിപാടിയിലേക്ക് കടക്കാം. പതിവ് പോലെ ഈ പരിപാടിയിൽ 2 പ്രധാന ഭാഗങ്ങളാണുള്ളത്. ആദ്യം ഒരു ചോദ്യോത്തരവേള, അതിനുശേഷം ഓഫ്ലൈനായി സത്സംഗം 9 മണി മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. നമുക്കൊരു സെന്ററിങ് ചെയ്തിട്ട് ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്കൊരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. നന്ദി മോനേട്ടാ. ഇനി ഈ ആഴ്ചയിലെ ചോദ്യത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ ആഴ്ച മോനേട്ടൻ മോക്ഷപ്രാപ്തിയെ കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ. മോക്ഷപ്രാപ്തി എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം, ലിബറേഷൻ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ദാജിയുടെ പവർ ഓഫ് പാരഡോക്സ് എന്ന പുസ്തകത്തില് അച്ചടക്കത്തിലൂടെയാണ് സ്വാതന്ത്ര്യം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ഹാർട്ട്ഫുൾനെസ്സിന് ഈ സ്വാതന്ത്ര്യം എന്ന ആശയം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വിശദീകരിക്കാമോ? വെൽ, ഹാർട്ട്ഫുൾനെസ്സിൽ സ്വാതന്ത്ര്യം എന്ന ആശയം എന്താണ്? അതാണ് ചോദ്യം. നമുക്ക് അറിയാം, പതഞ്ജലിയുടെ യോഗസൂത്രങ്ങളിൽ അദ്ദേഹം വ്യത്യസ്തമായ സമാധി അവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട്. 8ഓളം സമാധി അവസ്ഥകളുണ്ട്. അതില് 5ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് നിർവിചാര സമാധി. നിർവിചാര സമാധി എന്ന് പറയുന്നത് നമ്മൾ ധ്യാനത്തിലിരിക്കുന്നു, വിചാരങ്ങളില്ല, സുഷുപ്തിയിലല്ല, അതായത് ചിന്തകളില്ല, ബോധം ഉണർന്നു നിൽക്കുന്നു. ഇതിനെയാണ് നിർവിചാര സമാധി എന്ന് പറയുന്നത്. ഈ നിർവിചാര സമാധിയിൽ വിശാരദനായിട്ടുള്ള ഒരാള്, അദ്ദേഹത്തിന്
അധ്യാത്മപ്രസാദം എന്നുള്ള ഒരു എന്താ പറയുക, ഒരു സിദ്ധി ലഭിക്കും എന്ന് പതഞ്ജലി മഹർഷി പറയും. ഈ അധ്യാത്മപ്രസാദത്തിന്റെ ലക്ഷണം അദ്ദേഹം പറയുന്നുണ്ട്. ജ്ഞാനം, ആനന്ദം, നിർഭയത്വം, സ്വാതന്ത്ര്യം, സ്നേഹം. അപ്പോ നിർവിചാര സമാധിയിലുള്ള ഒരാള് ജ്ഞാനം എന്ന് പറഞ്ഞ അറിവ്, എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജ്ഞാനം ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഉണർന്നു വരും. ഒരു കാരണമില്ലാത്ത ആനന്ദം ഉള്ളിൽ നിന്ന് ഇങ്ങനെ കിനിഞ്ഞു വരും. പിന്നെ നമ്മൾ ആത്മാവാണ്, ആത്മാവ് സർവവ്യാപിയാണ്, ആത്മാവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊന്നുമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ പരിപൂർണ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിനെയാണ് അദ്ദേഹം നിർഭയത്വം എന്ന് പറയുന്നത്. നമ്മിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നുമില്ലാത്തതുകൊണ്ട് നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല, അതിന് നിർഭയത്വം. അപ്പോൾ സ്വാതന്ത്ര്യവും നിർഭയത്വം ഒരേ അർത്ഥത്തിലാണ് പതഞ്ജലി മഹർഷി പറയുന്നത് നിർവിചാര സമാധി. നിർവിചാര സമാധി എന്ന് പറഞ്ഞാൽ തുരീയാവസ്ഥയാണ്. തുരീയാവസ്ഥയിൽ നമ്മുടെ ബോധം മറ്റ് 3 അവസ്ഥകൾ, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഈ 3 അവസ്ഥകൾക്കും സാക്ഷിയാണ്. അപ്പൊ ആ സാക്ഷിഭാവമാണ് പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നിർഭയത്വം. അപ്പോ ഭയം എന്ന് എങ്ങനെയുണ്ടാവുന്നത്? ഉറവിടത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയപ്പോഴാണ് ഭയം ഉണ്ടാവുന്നത്. എങ്ങനെയാണ് ഭയം ഇല്ലാതെയാവുക? റൈറ്റ് തിങ്കിങ്, ശരിയായ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ. എന്താണ് ചിന്ത? എൻ്റെ ഹൃദയത്തിൽ ദിവ്യത്വത്തിൻ്റെ ഉറവിടമുണ്ട്, എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊന്നുമില്ല. അപ്പോൾ നിർഭയം ഇല്ലാതെയാവണം, നിർഭയത്വം. അപ്പോൾ സ്വാതന്ത്ര്യം നിർഭയത്വത്തിലേക്ക് നയിക്കും. ബാബുജി മഹാരാജ് വളരെ ലളിതമായിട്ട് പറയും, ഈ സ്വാതന്ത്ര്യം എന്നത് ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ള പ്രാപ്തി നമുക്ക് തരും. അതാണ് സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന ആശയം. ഇനി നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിലേക്ക് വന്നാൽ നമുക്കറിയാം, ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ സംസ്കാരങ്ങളെ കൊണ്ട് ജനിക്കുന്നു, സംസ്കാരങ്ങളെ കൊണ്ട് മരിക്കുന്നു. സംസ്കാരങ്ങളില്ലാതെയാവുമ്പോൾ ജനന മരണ ചക്രത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരും. അതിന് നമ്മൾ മോക്ഷപ്രാപ്തി എന്ന് പറയും. അപ്പോൾ ഈ സംസ്കാരങ്ങൾ അടിഞ്ഞുകൂടുന്ന പ്രധാനമായിട്ടും നമ്മുടെ ഹൃദയമണ്ഡലത്തിലാണ്. ഹാർട്ട്ഫുൾനെസ്സിലെ ആദ്യത്തെ 5 ചക്രങ്ങൾ. ഈ 5 ചക്രങ്ങൾ എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാണ്. അതായത് ഭൂമി, ആകാശം, അഗ്നി, ജലം, വായു. ഈ പഞ്ചഭൂതങ്ങള് പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടാണ് പ്രകടമാവുന്നത്. ഭൂമിയിൽ ആണെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്നത് സംതൃപ്തി, അസംതൃപ്തി. ആകാശം എന്ന പഞ്ചഭൂതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നത് ശാന്തിയും അശാന്തിയും. അഗ്നി എന്നുള്ള ഭാഗത്ത് വരുമ്പോൾ നമുക്ക് സ്നേഹവും വെറുപ്പും. ജലം 4ാമത്തെ ചക്രത്തിൽ വരുമ്പോൾ ധൈര്യവും ഭീരുത്വം. 5ാമത്തെ ചക്രം വായു, അവിടെ എത്തുമ്പോൾ നമുക്ക് വ്യക്തതയും അവ്യക്തതയും. ഇതാണ് ആ 5 വൈരുദ്ധ്യം. ഇനി നമ്മൾ ഈ 5 വൈരുദ്ധ്യങ്ങളെ അടികടക്കുമ്പോൾ ഇവിടെ ആജ്ഞാചക്രത്തിലെത്തും. 6ാമത്തെ ചക്രത്തിൽ. 6ാമത്തെ ചക്രത്തിലെത്തുമ്പോൾ നമുക്ക് മോക്ഷപ്രാപ്തി. ഈ 5 വൈരുദ്ധ്യങ്ങളെ നമ്മൾ മറികടക്കും. അപ്പോ നമ്മുടെ ബോധം എനിക്ക് ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരേണ്ടതില്ല എന്ന ആശയവുമായി താതാൽപ്യം പ്രാപിക്കും. അതിനാണ് മോക്ഷപ്രാപ്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരേണ്ട ആവശ്യമില്ല.
അപ്പൊ അവിടെ നമ്മുടെ അഹം എന്നുള്ള ഭാവം ജീവിതത്തിലേക്ക് മടങ്ങി വരേണ്ടതില്ല എന്ന ബോധവുമായി താതാൽപ്യം പ്രാപിക്കും. അപ്പോ അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യം ഭാഗികമാണ്. കാരണം ഈ 5 വൈരുദ്ധ്യങ്ങൾ അവസാനിച്ചു, പക്ഷേ ഒരു വൈരുദ്ധ്യം ബാക്കി നിൽക്കും. ഞാനും ഈശ്വരനും എന്ന വൈരുദ്ധ്യം. ഇനി എപ്പോഴാണ് അത് അവസാനിക്കുക? നമ്മൾ പരിപൂർണ ശരണാഗതി ഭാവത്തിലാവും. എൻ്റെ നിലനിൽപ്പ് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിലാണ്. ഞാൻ നിലനിൽക്കുന്നു എന്നുള്ള ബോധം തന്നെ നിലനിർത്തുന്നത് അദ്ദേഹത്തിന്റെ ആജ്ഞകൾ അനുസരിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോ പരിപൂർണ ശരണാഗതി ഭാവം ഹാർട്ട്ഫുൾനെസ്സിലെ 9ാമത്തെ ചക്രത്തിലെത്തുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അദ്ദേഹം യജമാനൻ, ഞാൻ അദ്ദേഹത്തിന്റെ സേവകൻ എന്ന ഭാവം. അപ്പോ പ്രപന്ന എന്ന് ഹാർട്ട്ഫുൾനെസ്സിൽ പറയും. ഹനുമാൻജിയുടെ അവസ്ഥ എന്ന് ബാപ്പുജി മഹാരാജ് പറയും. അപ്പോ അവിടെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ശരണാഗതി ഭാവത്തിലായതുകൊണ്ട് ഗുരു അല്ലെങ്കിൽ ഈശ്വരൻ നമ്മളോട് നിർദ്ദേശിക്കുകയാണ്, നീ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം, ഉദാത്തമായ എൻ്റെ ചില കർമ്മങ്ങൾ നീ അവിടെ അനുഷ്ഠിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ നമ്മൾ മടങ്ങി വരും. അപ്പോ പരിപൂർണ ശരണാഗതി ഭാവത്തിൽ അല്ലെങ്കിൽ പ്രപന്ന എന്നുള്ള അവസ്ഥയിൽ 9ാമത്തെ ചക്രത്തില് നമുക്ക് തിരിച്ചു വരാനും വരാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. മറ്റത് ഭാഗികമായ സ്വാതന്ത്ര്യമാണ്. മഹാഭാരതത്തില് ദുര്യോധനൻ ശ്രീകൃഷ്ണനോട് പറയും, കൃഷ്ണ, ധർമ്മം എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് ഒരിക്കലും ധർമ്മം ചെയ്യാൻ പറ്റില്ല. അധർമ്മം എന്താണെന്നും എനിക്കറിയാം, പക്ഷെ അധർമ്മം ചെയ്യാതിരിക്കാനും സാധ്യമല്ല. ഒരു ശക്തി എന്നെ കൊണ്ട് അതെങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ദുര്യോധനെ സംബന്ധിച്ചിടത്തോളം പരിമിതമായ സ്വാതന്ത്ര്യമേ ഉള്ളൂ, അധർമ്മം ചെയ്യാൻ മാത്രമുള്ള സ്വാതന്ത്ര്യം. അപ്പൊ ഹൃദയത്തിലെ ഈ കർമ്മഫലങ്ങളുടെ മുദ്രകൾ കൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ മാത്രം അദ്ദേഹം പ്രവർത്തിക്കുന്നു. അപ്പോൾ അവിടെ ഭാഗികമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 6ാമത്തെ ചക്രത്തില് സ്വാതന്ത്ര്യം ഭാഗികമാണ്. നമുക്ക് തിരിച്ചു വരേണ്ടതില്ല എന്ന സ്വാതന്ത്ര്യം. ഇവിടെ തിരിച്ചു വരാം, തിരിച്ചു വരാതിരിക്കാം, രണ്ടിനുള്ള സ്വാതന്ത്ര്യം. വിവേകാനന്ദ സ്വാമികൾ പറയാറുണ്ട്, ഞാൻ ഇനിയും ഈ ലോകത്തിലേക്ക് തിരിച്ചു വരുന്നു. ശ്രീബുദ്ധൻ പറയും, അവസാനത്തെ ജീവാത്മാവ് മോക്ഷപ്രാപ്തി നേടുന്നവരെ ഞാൻ അവതാരം എടുത്തുകൊണ്ടേയിരിക്കും. അതാണ് ആ സ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥ. ഇനി ചോദ്യകർത്താവ് പറഞ്ഞില്ലേ, ദാജിയുടെ പവർ ഓഫ് പാരഡോക്സ് എന്നുള്ള പുസ്തകത്തില് അദ്ദേഹം പറയുന്നുണ്ട്, അച്ചടക്കത്തിലൂടെയാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി. പരിപൂർണമായിട്ടുള്ള അച്ചടക്കം എന്ന് പറഞ്ഞാൽ പരിപൂർണമായ സ്വാതന്ത്ര്യം. അപ്പോൾ അച്ചടക്കം, സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വൈരുദ്ധ്യം തോന്നും, വിരോധാഭാസം. അതുകൊണ്ടാണ് അതിനെ പാരഡോക്സ് എന്ന് പറയുന്നത്. വിരോധാഭാസത്തിന്റെ കരുത്ത് എന്നാണ് പുസ്തകത്തിന്റെ പേര്. അപ്പോൾ ബാബുജി മഹാരാജ് അതിനെ മനോഹരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ഈ അച്ചടക്കവും സ്വാതന്ത്ര്യവും തമ്മിലുള്ള കണക്ഷൻ? അദ്ദേഹം പറയും, നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് യാത്ര ചെയ്യും. റോഡിലൂടെ നടന്നു പോകാൻ നമുക്ക് പരിപൂർണ സ്വാതന്ത്ര്യം. കുറച്ചും കൂടി സ്പീഡിൽ പോകണമെങ്കിൽ സൈക്കിളിൽ പോവാം. നടന്നു പോകുന്നതിൻ്റെ അത്ര സ്വാതന്ത്ര്യമില്ല. കൂടുതൽ സ്പീഡിൽ പോകണമെങ്കിൽ നമുക്ക് സ്കൂട്ടറിൽ പോവാം. അപ്പോൾ നേരത്തെ 2 ഉപാധിയേക്കാൾ സ്വാതന്ത്ര്യം കുറവാണ്. ഇനി വളരെ സ്പീഡിൽ പോകണമെങ്കിൽ നമുക്ക് കാറിൽ പോവാം, വേഗത്തും. പക്ഷേ നടന്നു പോകുന്നു, സൈക്കിളിൽ പോകുന്നു, സ്കൂട്ടറിൽ പോകുന്നതിൻ്റെ അത്ര സ്വാതന്ത്ര്യമില്ല കാറിൽ. ഇനി വിമാനത്തിലാണ് പോകണമെങ്കിലോ
നമ്മൾ വിചാരിക്കും ആകാശത്തിൽ ഇഷ്ടംപോലെ വിമാനത്തിന് പറന്ന് നടക്കാമെന്ന്. അത് സാധ്യമല്ല. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു ട്രാക്കിൽ കൂടെ മാത്രമേ അതിന് യാത്ര ചെയ്യാൻ സാധിക്കൂ. മാത്രമല്ല, നമ്മളതിൽ കയറിയാലോ നമ്മൾ ബെൽറ്റൊക്കെ ഇട്ട് അച്ചടക്കത്തോടെ ഇരിക്കണം, അച്ചടക്കം പാലിക്കണം. പക്ഷെ വളരെ വേഗത്തിലെത്തുന്നുണ്ട്. ഇനി നമ്മൾ ശൂന്യാകാശ പേടകത്തിലെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എപ്പോൾ എഴുന്നേൽക്കണം, എപ്പോൾ ഉറങ്ങണം, എപ്പോൾ ഭക്ഷണം കഴിക്കണം, എപ്പോൾ ബാത്റൂമിൽ പോകണം, എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും ഭൂമിയിൽ നിന്ന് നിയന്ത്രിക്കുന്നു. അപ്പോൾ പരിപൂർണ അച്ചടക്കം അവിടെ ആവശ്യമാണ്. അപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് ഒരു ശൂന്യാകാശത്ത് യാത്ര ചെയ്യുന്ന ആൾ പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? മരണം വരെ സംഭവിക്കാം. അപ്പം അവിടെ നമ്മുടെ അച്ചടക്കം എന്ന് പറയുന്നത് നമുക്ക് സംരക്ഷണമാണ്. ഭൗതിക ലോകത്തിലെ എല്ലാ നിയമങ്ങളും നമുക്ക് സംരക്ഷണം തരുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതെന്താ നമുക്ക് മനസ്സിലാവുക? താരതമ്യേന താഴ്ന്ന നിലവാരത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യമുള്ളതായിട്ട് നമുക്ക് തോന്നും. ഉന്നതമായ അവസ്ഥയിൽ സ്വാതന്ത്ര്യം കുറഞ്ഞു വരുന്നതായിട്ട് അനുഭവപ്പെടും. അത് സ്വാതന്ത്ര്യത്തിന്റെ പരിമിതിയല്ല, നമുക്ക് ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പൊ അവിടെ നമ്മൾ ബോധവാനാവുന്നു. എന്ത്? ഈ സ്വാതന്ത്ര്യം ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ എന്നെ പ്രാപ്തനാക്കും. അപ്പോ ബോധത്തിന്റെ താഴ്ന്ന പടിയിൽ താരതമ്യേന നമുക്ക് സ്വാതന്ത്ര്യം കൂടുതലുണ്ട്. ഉന്നതമായ ബോധത്തിന്റെ അവസ്ഥയിൽ ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ മാത്രമുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക്. ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സിനെ നോക്കൂ. ബോധത്തിന്റെ ഏറ്റവും ഉന്നതമായ തലത്തിലാണ് അവരുള്ളത്. പക്ഷെ അവർക്ക് ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അപ്പൊ തെറ്റായ കാര്യം ചെയ്യാൻ ഈശ്വരന് പോലും നമുക്ക് അനുവാദം തരാൻ സാധ്യമല്ല. ശരിയായ കാര്യം ചെയ്യുന്നതിൽ നിന്ന് ഈശ്വരന് പോലും നമ്മെ തടയാൻ സാധ്യമല്ല. ഇതൊരു വിരോധാഭാസമായിട്ട് തോന്നുന്നു. വേറെ ഉദാഹരണം പറയാം. സുപ്രീം കോടതി ജഡ്ജ്, അദ്ദേഹത്തിന് കോടതിയിലെ ഒരു ക്ലർക്കിന്റെ പോലെ മാർക്കറ്റിൽ ഇറങ്ങി നടക്കാൻ പറ്റും? ഇല്ല. നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഡൽഹി ബസാറിൽ ഒരു സാധാരണക്കാരനെ പോലെ ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ബോധത്തിന്റെ ഉന്നതമായ അവസ്ഥയിൽ നമ്മുടെ സ്വാതന്ത്ര്യം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. ബോധത്തിന്റെ താഴ്ന്ന പടിയിൽ താരതമ്യേന സ്വാതന്ത്ര്യം ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. ഈ കാരണം കൊണ്ടാണ് സാധാരണ ആളുകൾ ആത്മീയ പരിശീലനത്തിന് വിമുഖത കാണിക്കുന്നത്. വളരെ കുറച്ചു പേർ മാത്രമല്ലേ ആത്മീയ പാതയിൽ വരുന്നുള്ളൂ. അതിന് കാരണം ഇതാണ്. ഈശ്വരനെ നമ്മുടെ അടുത്ത് വെക്കുക എന്നുള്ളത് അപകടമാണ്. നമ്മൾ ഉപവാസം, ഉപനിഷത്ത്, ഉപാസന എന്നൊക്കെ പറഞ്ഞാൽ ഈശ്വരന്റെ അടുത്തിരിക്കുക എന്നർത്ഥം. അത് അപകടമാണ്. ഈശ്വരനെ ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ അപകടമാണ്. ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഉണ്ടാക്കി അവിടെ അദ്ദേഹത്തിനെ പ്രതിഷ്ഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈശ്വരനും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. ആവശ്യമുള്ളപ്പോൾ അവിടെ പോയി നമുക്ക് ആരാധന ചെയ്യാം. അത് കഴിഞ്ഞാൽ അത് അടച്ചു വെച്ച് നമുക്ക് തിരിച്ചു പോകാം. ബാബുജി മഹാരാജ് പറയും, സാധാരണ ആളുകൾ ഈശ്വരനെ ഒരു ടോയ്ലറ്റ് പോലെയാണ് ഉപയോഗിക്കുന്നത്. ആവശ്യം ഒരാശ്വാസത്തിന് വേണ്ടി നമ്മൾ അവിടെ പോകുന്നു. അത് കഴിയുമ്പോൾ അത് അടച്ചു വെച്ച് നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഒരാൾ ശ്രീകൃഷ്ണ ഭക്തനാണെന്ന് വിചാരിക്കുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിനോട് പറയാണ്, നീ എൻ്റെ ഭക്തനാണല്ലോ, ഒരു 6 മാസം ഞാൻ നിന്റെ കൂടെ വന്ന് താമസിക്കാൻ പോവാണ്. ഊണിലും ഉറക്കത്തിലും ഒക്കെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ആദ്യത്തെ 1-2 ദിവസം ഓക്കെയാണ്. 3-ാമത്തെ ദിവസമായി നമ്മൾ പറയും, കൃഷ്ണ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങ്
ഇത് ചെയ്യണം, ഇത് ചെയ്യരുത് എന്ന് ഓരോ നിമിഷം എന്നോട് കൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ കൂടിയാൽ ഞാൻ എന്ത് ചെയ്യും? എന്നെ സ്വതന്ത്രനാക്കിയാലും അങ്ങ് ഗുരുവായൂരിൽ പോയിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഞാൻ എല്ലാ 1-ാം തീയതി വന്ന് അങ്ങയെ ആരാധിച്ചു കൊള്ളാം, വഴിപാടുകളൊക്കെ നടത്തിക്കൊള്ളാം, സംഭാവനകളൊക്കെ തന്നുകൊള്ളാം എന്ന് പറയും. അപ്പോൾ ഈശ്വരനെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് അപകടമാണ്. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിങ്ങളുടെ എല്ലാ ജീവാത്മകളുടെയും ഹൃദയത്തിലാണ് ഞാൻ എന്നാണ്. അപ്പോ എവിടെയാണ് ഭക്തി? എവിടെയാണ് ഈശ്വര സാക്ഷാത്കാരം? സ്ഥാപിത താല്പര്യങ്ങൾ മാത്രമാണ് നമുക്കുള്ളത്. സാധാരണ ആളുകൾക്ക് ഈശ്വരാരാധന എന്ന് പറഞ്ഞ ഒരു ബിസിനസ്സാണ്, ക്രയവിക്രയമാണ്. സാധാരണ ആളുകൾ ഈശ്വരനെ ആരാധിക്കുന്നതിന് എൻ്റെ ഭർത്താവിൻ്റെ സംരക്ഷണം വേണം, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സംരക്ഷണം വേണം, എൻ്റെ മകന് ഉയർന്ന ഉദ്യോഗം ലഭിക്കണം, മകളുടെ വിവാഹം കഴിയണം, നമുക്ക് സമ്പത്ത് വേണം. ഇതെല്ലാം സാധിക്കുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടാണ് നമ്മൾ ഈശ്വരനെ കാണുന്നത്. ഒന്നുകിൽ ഈശ്വര ഭയം, അതുകൊണ്ട് ആരാധിക്കും, അല്ലെങ്കിൽ പൂജകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ സാധിക്കാം. അതായത് ഭയവും പ്രേരണയും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അവിശ്വാസികളുള്ള നാടായി മാറിയിരിക്കുന്നു ഭാരതം. ശരിയായ വിശ്വാസമില്ല, അധികം അന്ധവിശ്വാസമാണ്, കള്ളനാണയങ്ങളാണ്. യഥാർത്ഥ വിശ്വാസം നമുക്ക് വളരെ അപൂർവമായിട്ട് കാണാൻ കഴിയും. ദാജി ഈയിടെ ബനാറസ് സന്ദർശിക്കുകയുണ്ടായി. അപ്പം അദ്ദേഹം പറഞ്ഞു, ബനാറസിലെ ഏറ്റവും പണക്കാരായിട്ടുള്ള 3 ആളുകൾ അദ്ദേഹത്തിനെ കാണാൻ. ഒരാൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ധ്യാനിച്ചു. രണ്ടാമത്തെ ആള് ധ്യാനം പകുതിയായപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പോയി. ധ്യാനം അവസാനിച്ചു നോക്കിയപ്പോൾ അടുക്കളയിൽ അദ്ദേഹം ഭാര്യയായിട്ട് വഴക്കൂടിക്കൊണ്ടിരിക്കുക. അടുക്കളയിൽ ഒരാളും കൂടിയുണ്ട്, പൂജാരി. അപ്പോൾ പൂജാരി ഇദ്ദേഹത്തിനോട് പറയാണ്, ഞാനാണ് നിന്റെ ഗുരു, നിനക്ക് എങ്ങനെ ഗുരുവിനെ മാറ്റാൻ പറ്റുക? ഞാൻ നിന്റെ ഗുരു ആയിരിക്കുമ്പോൾ നീ എന്തിനാണ് ദാജിയുടെ അടുത്ത് നിന്ന് ധ്യാനിക്കുന്നത്? ദാജിയുടെ കൂടെ ഇരുന്ന് ധ്യാനിച്ചാൽ ഞാൻ പറയുന്നു നിന്റെ ബിസിനസ് അപകടത്തിലാവും. ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തരികയാണ്, നീ ദാജിയുടെ കൂടെ തുടർന്നും ധ്യാനിക്കുകയാണെങ്കിൽ നിന്റെ ബിസിനസ് അപകടത്തിലാവും. ഇവരൊക്കെ മാർവാടികളാണ്. ബനാറസ് മുഴുവൻ പണ്ഡിറ്റുകളെ കൊണ്ടും പുരോഹിതന്മാരെ കൊണ്ടും പൂജാരിമാരെ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. അവരുപയോഗിക്കുന്ന ഉപകരണം എന്താണ്? ഭയവും പ്രേരണയും. ഇത് ചെയ്താൽ എല്ലാം ശുഭം, ഇത് ചെയ്തില്ലെങ്കിൽ അപകടം. ഇതാണ് ഭയവും പ്രേരണയും, അതിൻ്റെ ഉപയോഗം. പക്ഷെ ഈശ്വരൻ അന്തര്യാമിയാണ്, അദ്ദേഹം നമ്മുടെ ഉള്ളിലാണ്. നമ്മൾ ജനിക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്, ജീവിതത്തിലുടനീളം അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹം നമുക്ക് ജീവൻ തരുന്നു, നമ്മുടെ ജീവസത്തയാണ്, നമ്മുടെ ലൈഫ് ഫോഴ്സ്. ഈശ്വരൻ നമ്മെ നിലനിർത്തുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് നന്ദിയെങ്കിലും നമ്മൾ പ്രകാശിപ്പിക്കണ്ടേ? അദ്ദേഹത്തിനോട് നമ്മൾ നന്ദി പ്രകാശിപ്പിച്ചില്ലെങ്കിൽ ആരോടാണ് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കുക? ഒരു 4 നാളികേരവും അതുപയോഗിച്ച് ഈശ്വരനെ സ്വാധീനിക്കാമെന്നാണ് നമ്മുടെ ചിന്ത. 4 നാളികേരം, 4 ചന്ദനത്തിരി, 100 ദീപങ്ങൾ തെളിക്കുക, ഇതാണ് ആരാധന. അതിന് പകരമായിട്ട് ഈശ്വരാമൃതം നമുക്ക് വേണം, ദീർഘായുസ് വേണം, സമ്പത്ത് വേണം. 4 നാളികേരം കൊണ്ട് ഈശ്വരനെ സ്വാധീനിക്കാമെങ്കിൽ ഈ ലോകത്തിൽ ആരെയും നമുക്ക് സ്വാധീനിക്കാം. അതാണ് ഇന്നത്തെ അവസ്ഥ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് അഴിമതിക്ക് വിധേയരാക്കാം, രാഷ്ട്രീയക്കാരെ അഴിമതിക്ക് വിധേയരാക്കാം, ലോകത്തിൽ നിന്ന് ആരെ വേണമെങ്കിലും നമുക്ക് അഴിമതിക്ക് വിധേയരാക്കാം. എന്താ കാരണം?
അടിസ്ഥാനപരമായി 4 നാളികേരം കൊണ്ട് ഈശ്വരനെ അഴിമതിക്ക് വിധേയനാക്കാം എന്നാണ് നമ്മുടെ ധാരണ. താരതമ്യേന നന്മ ഉള്ളവർ എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ പോലും ഈ രീതിയിലാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതും. ബാപ്പുജി മഹാരാജ് പറയാറുണ്ട്, ഓട്ടോറിക്ഷ ഇല്ലേ, അത് പെട്രോൾ കൊണ്ടും ഓടിക്കാം, ഡീസൽ കൊണ്ടും ഓടിക്കാം. ആ പെട്രോളിലും ഡീസലിലും അല്പം മണ്ണെണ്ണ കലർത്തിയാലും കുറച്ച് പുകയോടുകൂടി അത് ഓടിക്കൊണ്ടിരിക്കും. അദ്ദേഹം ചോദിക്കും, വിമാനത്തിന്റെ ഏവിയേഷൻ സ്പിരിറ്റ് ആണെങ്കിലോ അത് വളരെ പ്യുവറാണ്. ഏവിയേഷൻ സ്പിരിറ്റ്, വിമാനത്തിന്റെ ഇന്ധനം. അപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് പൈലറ്റ് ഒരുപാട് ചെക്ക് ചെയ്യും. അതിൽ ഒന്ന് ഈ ഫ്യുവൽ ചെക്കാണ്, ഇന്ധനം. ആ ഇന്ധനത്തിൽ എന്തെങ്കിലും മാലിന്യം കലർന്നുണ്ടെങ്കിൽ അത് മാറ്റി വീണ്ടും നിറയ്ക്കേണ്ടത്. അപ്പോൾ ഏവിയേഷൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് അത്ര പരിശുദ്ധമാണ്. അതിൽ മാലിന്യം കലർന്നാൽ വിമാനം എയർപോർട്ടിൽ ഓട്ടോറിക്ഷ മാരി ഓടിക്കാനേ പറ്റും. അപ്പോൾ ആന്തരികമായ പരിശുദ്ധിയും ലാളിത്യം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബോധം വികസിക്കുന്നത്. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി, ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള വഴി. ആ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഉന്നതമായ ആ ബോധം നമ്മെ ബോധവാനാക്കുന്നു. എന്ത്? അല്ലെങ്കിൽ ആ ബോധം ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഉന്നതമായ ആ ബോധത്തിൻ്റെ അവസ്ഥ ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കും. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന ആശയം. താങ്ക് യു. നമസ്കാരം. വളരെ നന്ദി മോനേട്ട. എനിക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് മോനേട്ടന് പറഞ്ഞത്, പലവിധ ഉദാഹരണങ്ങളോട് പറഞ്ഞത് വളരെ ശരിക്കും ഹൃദയത്തിൽ തട്ടുന്നതായി തോന്നി. അതായത് ഓരോന്നും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഹാർട്ട്നെസ്സിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമായി പറഞ്ഞു. അതേപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ചില സാഹചര്യങ്ങളെ കുറിച്ചും നമ്മളോട് സംസാരിച്ചു. അത് എനിക്ക് തോന്നുന്നു ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതിന്റെ ആവശ്യകത നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നായി തോന്നി. എന്തായാലും വളരെയധികം നന്ദി. നമുക്കിനി സത്സംഗത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് പുതുതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായി എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് ഒരിക്കൽ കൂടി പറയാം. സ്വസ്ഥമായിരുന്ന് കണ്ണുകളടച്ച് എന്റെ ഹൃദയത്തിൽ ദിവ്യപ്രകാശത്തിന്റെ ഒരു സ്രോതസ്സുണ്ടെങ്കിൽ അത് എന്റെ ശ്രദ്ധ ഉള്ളിലേക്ക് ആകർഷിക്കുന്നു എന്നും സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം ആരംഭിക്കുന്നു. ആ സമയത്ത് മറ്റു ചിന്തകൾ വരികയാണെങ്കിൽ സ്വയം ഓർമ്മിപ്പിക്കുക, ഞാൻ എന്റെ ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിന്റെ സ്രോതസ്സിൽ ധ്യാനിക്കുകയാണ്. ഉള്ളിൽ സ്നേഹഭാവവും സാക്ഷിഭാവവും കാത്തുസൂക്ഷിക്കുക. അതിനുശേഷം 9 മണി മുതൽ സാർവലവ്യ പ്രാർത്ഥന. എല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സാഹോദര്യവും നിറയുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ 15 മിനിറ്റ് ധ്യാനിക്കണം. അപ്പൊ ഇനി 9 മണി വരെ നമുക്ക് ധ്യാനിക്കാം. സത്സംഗം 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യണം. താങ്ക് യു. നമസ്കാരം.